Hi all. In this video, we are going to discuss about object-oriented programming and the most important features or what we say, the concepts of object-oriented programming. നമ്മളെല്ലാവരും ഗ്രാജുവേഷൻ ടൈമിലോ പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിലോ ഒക്കെ ഓൾറെഡി ഊപ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് CPP അല്ലെങ്കിൽ ജാവയിലെല്ലാം പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നതിനേക്കാൾ ഉപരി കേരള PSCയുടെ പരീക്ഷകൾക്ക് സഹായകമാകുന്ന വിധമാണ് നമ്മൾ ഷോർട്ട് ടിപ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്വിക്ക് റെഫറൻസിനുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആസ്പിരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സോ 12 മാർക്സിന് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഓർ OOP. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. പ്രോഗ്രാം ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡഡ് ആയിരിക്കും. ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എപ്പോഴും ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാം ഉണ്ട് വേറെ, സി പോലെയുള്ളത്, സി പാസ്കലൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അതിനകത്ത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് വരുന്നത്. ഊപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പിന്നെ ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ടായിരിക്കും, ലൈക്ക് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, അങ്ങനെ ആക്സസ് സ്പെസിഫയേഴ്സ് ഊപ്പിനകത്ത് കാണും. ഡേറ്റ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത് എൻകാപ്സുലേഷൻ ആണ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വിർച്വൽ ഫംഗ്ഷൻ കോൺസെപ്റ്റ് അവൈലബിൾ ആണ്. CPP-യിലൊക്കെ കോഡ് ചെയ്തിട്ടുള്ളവർക്ക് അത് അറിയുമായിരിക്കും വിർച്വൽ ഫംഗ്ഷനെ കുറിച്ച്. ഊപ്പിനകത്ത് ഓബ്ജക്ട് ഫങ്ഷൻസ് ലിങ്ക് ചെയ്യുന്നത് മെസ്സേജ് പാസിങ് വഴിയായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പുതിയ ഡേറ്റയും ഫങ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഈസിയാണ്, കാരണം എല്ലാം ഒബ്ജക്ട്സ് ആണ്. സോ ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ അത് ഈസി അല്ല, കാരണം പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് തന്നെ ഫങ്ഷൻസ് ആക്കിയിട്ടാണ്. അപ്പം ഇൻ കേസ് നമ്മൾ പുതിയ ഫങ്ഷനോ മറ്റോ ആഡ് ചെയ്യണമെങ്കിൽ എൻറ്റയർ കോഡിലും ഒരുപാട് ഓൾട്രേഷൻസ് വരുത്തേണ്ടി വരും. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ കോഡ്, എക്സിസ്റ്റിംഗ് കോഡ് റീയൂസബിൾ ആണ്. പിന്നെ CPP ജാവയാണ് ഊപ്പിന് എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ്, ഏതൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്? 8 ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ക്ലാസ്, ഒബ്ജക്ട്, എൻകാപ്സുലേഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡേറ്റ ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. 8 എണ്ണമാണ് ഉള്ളത്. അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്, കാരണം ഈ വർഷത്തെ ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് എക്സാം കണ്ടക്ട് ചെയ്തതിൽ വന്ന ഒരു ചോദ്യം, ദ ഫീച്ചർ ദാറ്റ് ഈസ് നോട്ട് ആൻ ഓബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ട് അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. സോ ഈ 8 എണ്ണം മൈൻഡിൽ ഉണ്ടായിരിക്കണം നിങ്ങളുടെ. നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത ഈ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതും വിത്ത് എക്സാമ്പിൾസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഞാൻ ജാവയിലാണ് എക്സാമ്പിൾസ് എല്ലാം എടുത്ത് എഴുതിയിരിക്കുന്നതും ഈ സ്ലൈഡ്സിൽ കൊടുത്തിട്ടുള്ളതും. കാരണം നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ CPP ഓർ ജാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പാർട്ടിലെ, ആ ഒരു സബ്ജക്റ്റിന്റെ രണ്ടാമത്തെ പാർട്ടില് ജാവ അപ്ലെറ്റ്സ്, ജാവ ഫീച്ചേഴ്സ് എല്ലാം, എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ജാവ. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റഡി എവറിത്തിങ് ഇൻ ജാവ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാവയിലാണ് എക്സാമ്പിൾസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നിലേക്കും കിടക്കാം. ഫസ്റ്റ് നമ്മൾ ക്ലാസ് എന്താണെന്നാണ് നോക്കുന്നത്. നമുക്കതിൻ്റെ ഡെഫിനിഷനൊക്കെ നല്ലപോലെ അറിയാം. ഇറ്റ് ഈസ് എ ടെംപ്ലേറ്റ് ഓർ ബ്ലൂ പ്രിന്റ് ഓർ പ്രോട്ടോടൈപ്പ് ഫ്രം വിച്ച് ഓബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ്. അതുപോലെ തന്നെ വേറെയും നമ്മൾ ഡെഫിനിഷൻസ് കേട്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് class is not a real world entity but object is a real world entity. സി, ഒരു പോയിന്റ് ഓർക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് ഈസ് നോട്ട് എ റിയൽ വേൾഡ് എൻറ്റിറ്റി. അതെന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ്, അതും അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലാസ് ഒരിക്കലും നമ്മളൊരു ക്ലാസ് എഴുതിയത് കൊണ്ട് അത് മെമ്മറി ഒക്യുപ്പൈ ചെയ്യില്ല. ഈ ക്ലാസ്സിനകത്ത് നമുക്ക് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സിലുള്ള വേരിയബിൾസും മെത്തേഡ്സും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ സ്ക്രീനിൽ ടോപ്പിലായിട്ട് ക്ലാസ് ഡിക്ലറേഷൻ ഇൻ ജാവ കൊടുത്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഒരു ജാവയ്ക്കകത്തുള്ള ക്ലാസ്സിൽ
എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടാവാം, മെത്തേഡ് ഉണ്ടാവാം, കൺസ്ട്രക്ടർ ഉണ്ടാവാം, നെസ്റ്റഡ് ക്ലാസ്സസ് കാണാം, ഇന്റർഫേസസ് കാണാം. ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ആക്സസ് മോഡിഫയർ ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. ദെൻ ക്ലാസ് എന്ന കീവേഡ്, ദെൻ വാട്ട് എവർ ക്ലാസ് നെയിം യു വാണ്ട് ടു ഗിവ് അത് കൊടുക്കുക. ദെൻ വിത്തിൻ ബ്രേസസ് യു ഗിവ് വാട്ട് എവർ contents you want to put in the class. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ ഞാൻ ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തിട്ടില്ല. ക്ലാസ് എന്ന കീവേഡും അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് നെയിം സ്റ്റുഡൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ എൻ്റെ 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഐ ഡിയും അതുപോലെ തന്നെ ഒരു നെയിമും. ഐ ഡി ഇൻറ്റിജർ ടൈപ്പും നെയിം സ്ട്രിംഗ് ടൈപ്പും ആണ്. ഈ ക്ലാസ്സിനകത്ത് കൊടുക്കുന്ന ഈ വേരിയബിൾസ് അതിനെ ഡേറ്റ മെമ്പേഴ്സ് എന്നാണ് പറയുക. ആൻഡ് ദീസ് ആർ ഓൾസോ നോൺ ആസ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. പിന്നെ ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ് ഈ ക്ലാസ്സിനകത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു മെത്തേഡ്സ് എനിക്ക് ഒരു ക്ലാസ്സിനകത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, ആ മെയിൻ ഫംഗ്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ് S1 is equal to ന്യൂ സ്റ്റുഡൻറ് ഓഫ് എന്ന് പറയുന്ന ലൈൻ കാണാം. അതിൽ ഫസ്റ്റ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് നെയിം ആണ്. ദെൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിന്റെ പേര്, അതായത് S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന കീവേഡ്, ദെൻ ഒരു കൺസ്ട്രക്ടർ. ബൈ ഡിഫോൾട്ട് എല്ലാ ക്ലാസ്സിലും സംടൈംസ് ഇറ്റ് ഈസ് വിസിബിൾ, സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ, അങ്ങനെ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കാണും. ആ ക്ലാസിന്റെ നെയിമും കൺസ്ട്രക്ടറിന്റെ നെയിമും ഓൾവേസ് സെയിം ആയിരിക്കും. സോ ഞാൻ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് S1 എന്ന പേരിൽ. എനിക്ക് ഈ ക്ലാസ്സിനകത്തുള്ള ഡേറ്റ മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. S1 എന്ന പേരിൽ ഞാൻ എൻ്റെ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിൻസ് ID and name are instance variable within my class, I am accessing those using this object like s1.id, s1.name. ഇതിനകത്ത് നിങ്ങൾ കാണുന്ന system.out.println എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഐഡിയും നെയിമും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക എന്നുള്ളത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയി വരാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. You know that these two variables are not initialized. Nothing is there in these variables. Simply ID എന്ന് കൊടുത്തിട്ടുണ്ട്, നെയിം എന്നും കൊടുത്തിട്ടുണ്ട്, അല്ലാതെ അതിൽ വാല്യൂസ് ഇല്ല. In that case, if I try to print these values, first കേസിൽ ഏത് s1.id എന്നത് 0 എന്നും s1.name എന്നത് null എന്നും ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. I think you got the point. So ക്ലാസിനെ കുറിച്ചും ഒബ്ജക്റ്റിനെ കുറിച്ചും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ജാവയ്ക്കകത്ത് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 4 വഴികളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 3 മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റേണലി ഈ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിനി ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ യൂസിങ് ന്യൂ കീവേഡ്. നമ്മൾ ക്ലാസ് നെയിം പറയും, നമ്മുടെ ഒബ്ജക്റ്റ് നെയിം പറയും, ദെൻ അത് ഈക്വൽ ടു ന്യൂ, അത് ഇനി കൺസ്ട്രക്ടർ നെയിം ഏതാണെങ്കിൽ കൺസ്ട്രക്ടർ നെയിം ആൻഡ് ക്ലാസ് നെയിം വിൽ ബി ഓൾവേസ് സെയിം. അതാണ് ഏറ്റവും മോസ്റ്റ് കോമണും ജനറലും ആയിട്ടുള്ള ഒരു വഴി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ class.forName മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ നെയിമിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ com.p1.test എന്ന് പറയുന്നത്, com.p1 എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ്. ആ പാക്കേജിനകത്താണ് ഞാൻ എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഫോർ നെയിമിനകത്ത് ഒരു സ്ട്രിങ് ആയിട്ട് എൻ്റെ ക്ലാസ് പാസ് ചെയ്തു. ദെൻ ഡോട്ട് ന്യൂ ഇൻസ്റ്റൻസ് ഓഫ് എന്നുള്ള മെത്തേഡ് ഞാൻ വിളിക്കുകയാണ്. ഇത് വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഏത് ടൈപ്പിലേക്കാണ്
എൻ്റെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ടൈപ്പും കൂടെ ടെസ്റ്റ് ഓഫ് എന്നുള്ളത് ആ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ OBJ എന്നുള്ള പേരിലൊരു ടെസ്റ്റ് ക്ലാസ് ഒബ്ജക്റ്റ് ജനറേറ്റ് ആവും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോൺ മെത്തേഡാണ്. ഇതിനകത്ത് ഈ ക്ലോൺ മെത്തേഡ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ക്ലാസ്സിലാണ് ഉള്ളത്. ഇത് ശരിക്ക് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ നേരത്തെ സാധാരണ ചെയ്യുന്നത് പോലെ ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്ലോൺ എന്നുള്ള മെത്തേഡ് വിളിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിനെ വേറൊരു ഒബ്ജക്റ്റിലേക്ക്, അതായത് T2ലേക്ക് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. സോ T2 ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസീരിയലൈസേഷൻ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് ഓഫ് റീഡിങ് എൻ ഒബ്ജക്ട് ഫ്രം ദ സേവ്ഡ് സ്റ്റേറ്റ് ഇൻ എ ഫയൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്ത് ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട്, ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇൻ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് OBJ. ഫൈനലി നമുക്ക് വേണ്ടത് OBJ എന്നുള്ള പേരിലുള്ള ഒബ്ജക്റ്റ് ആണ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ റീഡ് ഒബ്ജക്റ്റ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ് അബ്സ്ട്രാക്ഷൻ ആണ്. എന്താണ് അബ്സ്ട്രാക്ഷൻ? വേറെ ഒന്നുമല്ല, നമ്മൾ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് യൂസറിനെ കാണിക്കില്ല. അതായത് ഓൺലി എസെൻഷ്യൽ ഡീറ്റെയിൽസും ഫങ്ഷനാലിറ്റിയും മാത്രമേ യൂസറിന് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അബ്സ്ട്രാക്ഷൻ. ഈ ജാവയ്ക്കകത്ത് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യുന്നത് ഇന്റർഫേസസ് വെച്ചും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസും വെച്ചാണ്. നമ്മൾ ഇന്റർഫേസസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100% അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ്സസ് എല്ലാം അബ്സ്ട്രാക്റ്റ് ക്ലാസ്സസ് ആയിരിക്കും. അതിനകത്ത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും കാണും, നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സും കാണും. നോൺ അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് വിത്ത് ബോഡീസ്, അതായത് അബ്സ്ട്രാക്റ്റ് മെത്തേഡ്സ് ഡിക്ലറേഷൻ മാത്രമേ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നടത്തുകയുള്ളൂ. അതിൻ്റെ ഡെഫിനിഷൻ മറ്റൊരിടത്താണ് എഴുതുക. അതെവിടെയാണെന്ന് നമ്മൾ നോക്കൂട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ജാവ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് നീഡ്സ് ടു ബി സബ് ക്ലാസ്ഡ് ബൈ അനദർ ക്ലാസ് to use its properties. An instance of an abstract class cannot be created. പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? നോക്കൂ, ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പ് എന്നും പറഞ്ഞ്, അതായത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫംഗ്ഷനുടെ മുന്നിൽ അബ്സ്ട്രാക്ട് എന്ന കീവേഡ് ആഡ് ചെയ്തിട്ടാണ്. ക്ലാസ്സസ് അബ്സ്ട്രാക്റ്റ് ആവാം, അതുപോലെ തന്നെ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അബ്സ്ട്രാക്റ്റ് ആവാം, വേരിയബിൾസ് അബ്സ്ട്രാക്റ്റ് ആവാം, ഇമ്പോസിബിൾ ആയി. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഞാൻ എങ്ങനെയാണ് ഈ അബ്സ്ട്രാക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഞാനിവിടെ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആനിമൽ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു മെത്തേഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ. ആനിമൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ക്ലാസ്സും ഡോഗ് എന്ന് പറയുന്നത് ഒരു സബ് ക്ലാസ്സും ആണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് എന്ന കീവേഡ് വന്നു. ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ആനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിനെയാണ്. So that is where I realized that this animal class is a superclass and dog is a subclass. And that is where I define my abstract method. I can write whatever functionality I want there in my subclass. Abstract class ന്റെ ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇവിടെ ഈ അബ്സ്ട്രാക്ട് ക്ലാസ് നോക്കിക്കേ, അബ്സ്ട്രാക്ട് ക്ലാസ് സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്. അതിനകത്ത് ഞാനൊരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ആണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് ക്ലാസ് നെയിമിന് ഈക്വൽ ആയിരിക്കും. ക്ലാസ് നെയിമും കൺസ്ട്രക്ടർ നെയിമും ഓൾവേസ് സെയിം ആയിരിക്കും. കൺസ്ട്രക്ടേഴ്സ് നമ്മൾ ഇനി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ലീവിങ് ഇറ്റ് ദയർ. ഓക്കെ, അതിനകത്ത് ഞാനൊരു സിസ് ഔട്ട് ആണ് എഴുതിയിട്ടുള്ളത്, ലേണിംഗ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യാനായിട്ട്. ദെൻ ഞാനൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, അബ്സ്ട്രാക്ട് വോയിഡ് സിലബസ് എന്ന് പറയുന്ന മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ഒരു നോൺ അബ്സ്ട്രാക്ട് മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. കാരണം അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രമല്ല. സോ എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ് എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്ലാസ് IT എക്സ്റ്റെൻസ് സബ്ജക്റ്റ്. സി, അപ്പൊ ഇത് എൻ്റെ സൂപ്പർ ക്ലാസ് ആണ്, ബേസ് ക്ലാസ് ആണ്. ഇത് എൻ്റെ സബ് ക്ലാസ് ആണ്. ഇത് പാരന്റ് ക്ലാസ് ആണ്, ഇത് ചൈൽഡ് ക്ലാസ് ആണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ബിക്കോസ് ദിസ് ക്ലാസ് എക്സ്റ്റെൻസ് ദ സബ്ജക്ട് ക്ലാസ്. There what I am doing, I am implementing the abstract method. ഈ സിലബസ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് മെത്തേഡ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാണ്. അവിടെ ഒരു സിസ് ഔട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. Then what is this class doing? This is where my main function is written. അപ്പൊ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നിടത്തു നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടത്തെ ആയിരിക്കും ആദ്യം കൺട്രോൾ എത്തുന്നത്. അവിടെ ഞാൻ എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്സിന് എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വേണം. എന്നിട്ട് ഞാൻ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ന്യൂ IT ഓഫ്, അതായത് ഏത് ക്ലാസ് ആണോ എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തത് അതിൻ്റെ പേരും വെച്ചിട്ട്, അതിൻ്റെ കൺസ്ട്രക്ടറും വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെയും പറയുന്ന കാരണം നമ്മുടെ എന്താ പറയുക, ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് cannot be instantiated directly. ആ ഒരു പോയിന്റ് തറോലി മനസ്സിലാവാനാണ് ഞാനിത് പിന്നെയും പറയുന്നത്. ന്യൂ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ക്ലാസ് ആണോ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ടർ നെയിമാണ് കൊടുത്തിട്ടുള്ളത്. Then using this object, I'm invoking two functions, two methods. One is in my abstract class, and the other one is in the class which inherits my base class. Abstract ക്ലാസ്സിന് മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കേ. ദേ, ഞാനിവിടെ അബ്സ്ട്രാക്ട് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു മെത്തേഡ്, അബ്സ്ട്രാക്ട് മെത്തേഡും എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്ലാസ്, അതിനകത്ത് എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഇറ്റ് എക്സ്റ്റെൻസ് സൺസ്റ്റാർ. ഏതാണ് ഈ അബ്സ്ട്രാക്ട് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സൂപ്പർ ക്ലാസ് ആൻഡ് ദിസ് വൺ ഈസ് എ സബ് ക്ലാസ്. ഇവിടെ ഞാനൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ആ മെത്തേഡ് ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്, ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഈ ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ സെയിം നെയിമിലുള്ള, ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം നെയിമിലുള്ള ഒരു മെത്തേഡിന്റെ ഡെഫിനിഷൻ എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പ്രിന്റ് ഇൻഫോ എന്നും ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് വേണ്ട ഫങ്ഷനാലിറ്റി ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കിക്കേ, ഞാൻ എൻ്റെ മെയിൻ ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. ജാവയ്ക്കകത്ത് എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ ഫംഗ്ഷൻ ഏത് ക്ലാസ്സിലാണോ എഴുതിയിട്ടുള്ളത് അവിടെ നിന്നാണ്, മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് ക്ലാസ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഈ പ്രോഗ്രാം മൊത്തത്തിൽ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടേക്കാണ് എത്തുക എൻ്റെ എക്സിക്യൂഷൻ. ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ എന്താ ഞാൻ ചെയ്യുന്നത്, സൺ സ്റ്റാർ നേരത്തെ എൻ്റെ അബ്സ്ട്രാക്ട് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു ന്യൂ എംപ്ലോയി ഓഫ്. നേരത്തെ എല്ലാം നമ്മൾ എങ്ങനെയായിരുന്നു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്, നമ്മുടെ ക്ലാസ് നെയിം ഒബ്ജക്ട് നെയിം ഇസ് ഈക്വൽ ടു ന്യൂ എന്താണ് ആ സെയിം ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ നെയിം വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഞാൻ ഈ അബ്സ്ട്രാക്ട് മെത്തേഡ് എവിടെയാണോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിൻ്റെ നെയിം വെച്ചിട്ടാണ്
എന്ത് ചെയ്തിരിക്കുന്ന ഇനീഷ്യലൈസേഷൻ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ സൺസ്റ്റാർ എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് പ്രിന്റ് ഇൻഫോ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണോ എഴുതിയിട്ടുള്ളത് അത് ഔട്ട്പുട്ട് ആയിട്ട് കാണാനായിട്ട് പറ്റും. ആ ഫങ്ഷനാലിറ്റി പെർഫോം ചെയ്യും. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ദീസ്. കാരണം ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഈ വർഷത്തെ തന്നെ ഒരു ടെക്നിക്കൽ പേപ്പറിൽ വന്നതാണ്, ഏതിലാണെന്ന് ഓർമ്മയില്ല. വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻസൈഡ് ഇന്റർഫേസ് ഡിക്ലറേഷൻ. Following are the statements regarding the variables in an interface in Java. First statement, they are static. Second statement, they cannot be changed by the implementing class. Third one, variables are implicitly public. എന്നിട്ട് ചില കോമ്പിനേഷൻസ് കൊടുത്തിട്ട് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ ഇന്റർഫേസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിലും വന്നേക്കാം. സോ അതിലേക്കായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, an instance of an abstract class cannot be created. അത് നമ്മൾ കണ്ടതാണ്. Constructors are allowed in abstract class. അതും കണ്ടതാണ്. ഇനി we can have an abstract class without any abstract method. abstract methods ഒന്നുമില്ലാത്ത abstract classes ഉണ്ടാകാം. പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ഫൈനൽ മെത്തേഡ് കൊടുക്കാവുന്നതാണ്. ഫൈനൽ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ ഫർദർ കാണുവേ. നൗ ഫൈനൽ മെത്തേഡ് cannot be abstract. അബ്സ്ട്രാക്ട് മെത്തേഡിനകത്ത് ഫൈനൽ കൊടുക്കാമെങ്കിലും ഫൈനൽ മെത്തേഡ് അബ്സ്ട്രാക്ട് ആവില്ല. ഇനി അടുത്ത പോയിന്റ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസിനകത്ത് നമുക്ക് സ്റ്റാറ്റിക് മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാനാകും. സ്റ്റാറ്റിക് മെത്തേഡ്സ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അബ്സ്ട്രാക്ട് ക്ലാസ്സസ് cannot be initiated by itself. Okay, it needs to be subclassed by another class to use its properties. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഒരു ചൈൽഡ് ക്ലാസ് എക്സ്റ്റെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് അതിലെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്റർഫേസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനുള്ള 2 മെത്തേഡ്സിൽ ഒന്നാണ് ഇന്റർഫേസസ് എന്ന് പറയുന്നത്. അത് 100% അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജാവയ്ക്കകത്ത്, ജാവ ബൈ ഡിഫോൾട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യില്ല. CPP-ക്ക് അകത്താണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വേണം എന്നുള്ള സെനാരിയോസിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്റർഫേസസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നേരത്തെ നിങ്ങൾ വീഡിയോക്കകത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് ഇൻസൈഡ് ഇന്റർഫേസ് ഡിക്ലറേഷൻ. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ വേരിയബിൾസ് ഇൻ ആൻ ഇന്റർഫേസ് ഇൻ ജാവ. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുകയായിരുന്നു. ദേ ആർ സ്റ്റാറ്റിക്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് they cannot be changed by the implementation class. തേർഡ് വൺ എന്ന് പറയുന്നത് വേരിയബിൾസ് ആർ ഇംപ്ലിസിറ്റ്ലി പബ്ലിക്. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്ന് ചോദിച്ചിരുന്നു. സോ ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം ഇന്റർഫേസസിനകത്ത് എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ട്രഡീഷണലി എങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ ഇന്റർഫേസസിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ്സും അതുപോലെ തന്നെ പബ്ലിക്, സ്റ്റാറ്റിക് ആൻഡ് ഫൈനൽ വേരിയബിൾസും മാത്രമേ ബൈ ഡിഫോൾട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ JDK 8 ഓൺവേർഡ്സ് ഇന്റർഫേസസിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് കൂടാതെ അവയ്ക്ക് വേണ്ട ഈ ഇംപ്ലിമെന്റേഷനും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് നമുക്കറിയാം, അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഉണ്ട്, നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും ഉണ്ട്. നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മെത്തേഡ്സ് ദോസ് ഹാവ് ദെയർ ഡെഫിനിഷൻ വിത്ത് ഇറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ കൂടെ ഉള്ളത്. അങ്ങനെയുള്ള നോൺ അബ്സ്ട്രാക്ട് മെത്തേഡ്സും JDK 8 ഓൺവേർഡ്സ് ഇന്റർഫേസസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ JDK 8 ഓൺവേർഡ്സ് തന്നെയാണ് സ്റ്റാറ്റിക് മെത്തേഡ്സും ഇന്റർഫേസസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങിയത്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു അബ്സ്ട്രാക്ട് മെത്തേഡ്സ് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ എന്ത് സാധ്യമായി തുടങ്ങി,
ഇംപ്ലിമെന്റേഷൻ ഡിഫോൾട്ട് ഇംപ്ലിമെന്റേഷൻ മെത്തേഡ്സിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങി. ദെൻ സ്റ്റാറ്റിക് മെത്തേഡ്സും ഇന്റർഫേസസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങി. JDK9 വന്നപ്പോൾ സ്റ്റാറ്റിക് മെത്തേഡ്സ് ഓൾറെഡി JDK8 പ്ലസ് പ്രൈവറ്റ് മെത്തേഡ്സും പ്രൈവറ്റ് സ്റ്റാറ്റിക് മെത്തേഡ്സും കൂടെ ഇന്റർഫേസസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചു തുടങ്ങി. ഒരു സിമ്പിൾ ഇന്റർഫേസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇന്റർഫേസ് നമ്മൾ കോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡ്, ദെൻ വാട്ട് എവർ ഇന്റർഫേസ് നെയിം യു വാണ്ട് ടു ഗിവ്, ആ ഒരു പേര് കൊടുക്കുക. പിന്നെ ബ്രേസസിനകത്ത് എന്ത് ചെയ്യുക, നമുക്ക് വേരിയബിൾസും അതുപോലെ തന്നെ മെത്തേഡ്സും കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് വേരിയബിൾസും മെത്തേഡ്സും മാത്രമേ ഇന്റർഫേസസിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാം ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് നോക്കിക്കേ, ഇന്റർഫേസ് നെയിം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫൈനൽ വേരിയബിൾ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫൈനൽ ഇൻറ്റ് a = 10 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യലൈസേഷനും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു അബ്സ്ട്രാക്റ്റ് മെത്തേഡ്, ഒരു മെത്തേഡിന്റെ ഡിക്ലറേഷൻ ഞാൻ ചെയ്തിരിക്കുകയാണ്, വോയിഡ് ഡിസ്പ്ലേ എന്നും പറഞ്ഞ്. ഇനി എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, ആ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ഐ ക്യാൻ യൂസ് വാട്ട് എവർ ഈസ് പ്രസന്റ് ഇൻ ദിസ് ഇന്റർഫേസ്, ഐ ക്യാൻ റീയൂസ് ദോസ് ഇൻ ദിസ് ക്ലാസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഇംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അബ്സ്ട്രാക്റ്റ് ക്ലാസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കീവേഡ് ഉണ്ട്, എക്സ്റ്റൻസ് എന്ന് പറഞ്ഞ്. ക്ലാസസിലെ പ്രോപ്പർട്ടീസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റൻസ് എന്ന കീവേഡും, ഇന്റർഫേസസിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡുമാണ് യൂസ് ചെയ്യുക. ഈ ഇന്റർഫേസിനകത്തുള്ള ക്യാപ്പബിലിറ്റീസ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇതിനകത്ത് ഇന്റർഫേസിനകത്ത് വോയിഡ് ഡിസ്പ്ലേ എന്ന പേരിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനേഷൻ എഴുതിയിരിക്കുന്ന ഈ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലാണ്. ഇനി നമുക്ക് എന്ത് വേണം, ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതണം. മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ടെസ്റ്റ് ക്ലാസ്സിന്റെ ഈ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുന്നത്. ഓൾസോ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എൻ്റെ ഇന്റർഫേസിനകത്തൊരു ഫൈനൽ ഇൻറ്റിജർ വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇനീഷ്യലൈസും ചെയ്തിട്ടുണ്ട്. അതും ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ഏത് ക്ലാസ്സിലാണോ ഞാൻ ഈ ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഇന്റർഫേസിനകത്തുള്ള വേരിയബിള് ആക്സസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഇന്റർഫേസിനെ കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലാസും ഇന്റർഫേസസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ക്ലാസ്സിന് മറ്റൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്യും. അതുപോലെ ഒരു ക്ലാസ്സിന് ഒരു ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ്സ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇന്റർഫേസിന് വേണമെങ്കിൽ മറ്റൊരു ഇന്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇന്റർഫേസിന് ക്ലാസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ സാധിക്കില്ല. ക്ലാസ്സസും ഇന്റർഫേസസും തമ്മിൽ ആക്ച്വലി എന്താണ് വ്യത്യാസം? നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു, ക്ലാസ് നെയിം പറയുന്നു, അതിനകത്ത് നമുക്ക് വേണ്ട കണ്ടന്റ്സ് എല്ലാം എഴുതുന്നു. സിമിലർലി ഇന്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റർഫേസ് എന്ന് പറയുന്ന കീവേഡ് വെക്കുന്നു, ദെൻ വാട്ട് എവർ ദ നെയിം ഓഫ് ഇന്റർഫേസ് അത് നമ്മൾ അവിടെ കൊടുക്കുന്നു, ദെൻ ബ്രേസസിനകത്ത് നമ്മുടെ കോഡ് എഴുതുന്നു. അപ്പൊ ഈ ക്ലാസും ഇന്റർഫേസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നേരത്തെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു, ക്ലാസ്സിനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, നേരത്തെ നമ്മൾ കണ്ട പ്രോഗ്രാമിൽ ഈ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്റർഫേസസിന് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലാസ്സസിൽ നമുക്ക് പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക് ആക്സസ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്റർഫേസിനകത്താണെങ്കിൽ
പബ്ലിക് മാത്രമേ സാധിക്കുള്ളൂ. ആകെ ഒരേ ഒരു സ്പെസിഫയറെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് പബ്ലിക് ആണ്. എങ്ങനെയാണ് ഇന്റർഫേസ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എന്താണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യാത്തത് എന്നും നമ്മൾ ഇനി ഇൻഹെറിറ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾ ഇത്രേ അറിയേണ്ടതുള്ളൂ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഒരു ക്ലാസ്സിന് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു ഇന്റർഫേസിന് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് എക്സ്റ്റെൻസ് ചെയ്യാനും സാധിക്കും. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് യൂസ് ചെയ്തും നമുക്ക് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്റർഫേസസ് യൂസ് ചെയ്തിട്ടും നമുക്ക് അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്റർഫേസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 100% അബ്സ്ട്രാക്ഷൻ, ടോട്ടൽ അബ്സ്ട്രാക്ഷൻ ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് അബ്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് may contain non-final variables, whereas variables in the interface are final, public and static. ഞാൻ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തു തരാം. അതായത് ഇന്റർഫേസസിനകത്ത് വരുന്ന വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഫൈനൽ ആവാം. അതായത് വേരിയബിൾസ് വാല്യൂ cannot be changed once it is assigned. ഫൈനൽ ആയിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ കോൺസ്റ്റന്റ്. ഇനി പബ്ലിക് എന്ന് പറഞ്ഞു നമ്മൾ ഇന്റർഫേസിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ പബ്ലിക് എന്താണ് എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ദ വേരിയബിൾ ഈസ് ആക്സസിബിൾ ടു എനി ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ദ ഇന്റർഫേസ്. ഇനിയിപ്പോൾ വേരിയബിൾ സ്റ്റാറ്റിക് ആണെന്ന് വിചാരിക്കാം. This means the variable belongs to the interface itself and not to any instance of the implementing class. അങ്ങനെയാണ് ഈ ഇന്റർഫേസിലെ വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ നോൺ ഫൈനൽ ഇൻസ്റ്റൻസ് ലെവൽ വേരിയബിൾസ് അബ്സ്ട്രാക്ട് ക്ലാസ്സസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈനൽ പബ്ലിക് ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾസിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്റർഫേസസിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കി പോവാം. ഇന്റർഫേസസ് ഇൻസ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ മേക്ക് ദ റെഫറൻസ് ഓഫ് ഇറ്റ് ദാറ്റ് റെഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ് ഓഫ് ഇറ്റ്സ് ഇംപ്ലിമെന്റിംഗ് ക്ലാസ്. പിന്നെ എ ക്ലാസ് ക്യാൻ ഇംപ്ലിമെന്റ് മോർ ദാൻ വൺ ഇന്റർഫേസ്. അത് നമ്മൾ നേരത്തെ കണ്ടു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ. ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ദ ഇന്റർഫേസ് മസ്റ്റ് ഇംപ്ലിമെന്റ് ഓൾ ദ മെത്തേഡ്സ് ഇൻ ദ ഇന്റർഫേസ്. ഇപ്പൊ സപ്പോസ് ഒരു ക്ലാസ് ഇംപ്ലിമെന്റ്സ് സം ഇന്റർഫേസ് എന്ന് പറയുവാണെങ്കിൽ ആ ഇന്റർഫേസിനകത്ത് ഏതൊക്കെ മെത്തേഡ്സ് എഴുതിയിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഡെഫിനേഷൻ ഏത് ക്ലാസ് ആണോ ആ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ എഴുതിയിരിക്കണം, കോഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, it is not possible to declare instance variables because by default variables are public, static, final in interfaces. പിന്നെ ഇന്റർഫേസസിനകത്ത് കൺസ്ട്രക്ടേഴ്സ് അലൗഡ് അല്ല, മെയിൻ മെത്തേഡ്സും അലൗഡ് അല്ല, മെയിൻ ഫംഗ്ഷനും എഴുതാനായിട്ട് സാധിക്കില്ല. ഇവിടെ വെച്ച് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലെ ബാക്കി കോൺസെപ്റ്റ്സ്, അതായത് എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.